കഴിഞ്ഞൊരു 3 വർഷത്തോളമായി നമ്മൾ കാറ്ററിംഗ് ഫീൽഡിൽ കോച്ചിങ് തുടങ്ങിയിട്ട് കഴിഞ്ഞ 3 വർഷമായി. ഏകദേശം 1000-ഓളം അധ്യാപകരെ കാറ്ററിംഗ് ക്വാളിഫൈ ചെയ്യാൻ, അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്കും അതിലൊരു ഭാഗം പറ്റിയിട്ടുണ്ട്. അപ്പോൾ കാറ്ററിംഗ് ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ടുകൾ ദിവസവും നമ്മൾ ചോദിച്ച് വാട്സപ്പിലായിട്ടും ഡയറക്റ്റായിട്ടും കോൾ ചെയ്ത് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കാറ്ററിങ്ങിനെ പറ്റി എങ്ങനെ ക്രാക്ക് ചെയ്യാം, എന്താണ് ഇതിൻ്റെ ഡിഫിക്കൽട്ടി, എന്താണ് കാറ്ററിംഗ്. അപ്പോൾ ഒരു സീരീസ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്, ഒരു പോഡ്കാസ്റ്റ് സീരീസ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ തുടക്കത്തിൽ നമ്മൾ കൂടെ ഉള്ള അസ്മിന മാം നമ്മൾ സംസാരിക്കുന്നത്, നിങ്ങളോട് സൈക്കോളജിയിലെ ഹെഡാണ്. അപ്പോൾ ടീച്ചറെ ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യും. ഒരു അധ്യാപക ഫീൽഡിലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് പലരും DED, TTC അതേപോലെ B.Ed പാസ്സായി ഒരു സർട്ടിഫിക്കേഷനൊക്കെ വാങ്ങി കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നത്, ചില ആൾക്കാർക്ക് വിചാരിക്കുന്നത് അധ്യാപക ഫീൽഡിലേക്ക് ഇറങ്ങാൻ വിചാരിക്കുന്നത്. പക്ഷേ നമ്മുടെ സാഹചര്യത്തിൽ ഒരു കാറ്ററ്റ് എന്നൊരു എക്സാം, ഒരു ക്വാളിഫിക്കേഷൻ നിർബന്ധം ഒരു ബാരിയറായിട്ട് മുമ്പിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ പലർക്കും കാറ്റർ എന്താണെന്ന് അറിയായിരിക്കും, ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ. പക്ഷെ എന്നാലും കാറ്ററിനെ പറ്റി എന്താണ് കാറ്ററ്റ്, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. കേട്ടറ്റ് എന്താണ്? കേട്ടറ്റ് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു എലിജിബിലിറ്റി ടെസ്റ്റാണ്. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് 2009 വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം അധ്യാപകരായി നിയമിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് അധ്യാപന മേഖലകളിൽ എല്ലാ മേഖലകളിലുള്ള ചാലഞ്ചസും ഏറ്റെടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെയുള്ളൊരു കഴിവ് പരിപോഷിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കണ്ടക്ട് ചെയ്യുന്നൊരു ക്വാളിഫൈ അല്ലെ ഒരു എലിജിബിലിറ്റി എക്സാമാണ് കേട്ടറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് കേട്ടിട്ട് ലോവർ പ്രൈമറി തലത്തിൽ, അപ്പർ പ്രൈമറി തലത്തിൽ, ഹൈസ്കൂൾ തലത്തിലായിട്ട് 3 ലെവലായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അധ്യാപക ഫീൽഡിലേക്ക് ഇറങ്ങണമെങ്കിൽ, ആ കരിയറിലേക്ക് ഇറങ്ങണമെങ്കിൽ നിർബന്ധമായിട്ടും കേട്ടിട്ട് പാസ്സായിരിക്കണം. അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് കറക്റ്റ് ഒന്ന് പറയാമോ? കറണ്ട് സിനാരിയോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേട്ടിട്ടിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈവൻ നമ്മൾ ഗവൺമെൻറ് സ്കൂളിൽ ജോലി ചെയ്യുന്നു, എയ്ഡഡ് സ്കൂളിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ അവിടെ മാത്രം ഒതുങ്ങുന്നില്ല കേട്ടിട്ട്. ഈവൻ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യാൻ, അധ്യാപകരായി ജോലി ചെയ്യാൻ പോലും എന്തുണ്ട്, കേട്ടിട്ട് നിർബന്ധമായിരിക്കുക. സാധാരണയായിട്ട് വർഷത്തിൽ 2 തവണയാണ് കേട്ടിട്ട് എക്സാം നടത്താറുള്ളത്. കേട്ടിട്ട് എന്ന് പറയുമ്പോൾ LPSA, UPSA, അപ്പോൾ അതിൽ ഈ കാറ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? LPSA, UPSA തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവരുടെ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, കേട്ടറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. നിർബന്ധമാണ്. നമ്മൾ സൈറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യണം ഇന്ന ക്വാളിഫിക്കേഷൻ. അപ്പം ആ ഒരു ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 2023 ഡിസംബറോടുകൂടി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ലാസ്റ്റ് കഴിഞ്ഞ. ഇപ്പോൾ 2023 നോട്ടിഫിക്കേഷൻ വന്നു. ആ സമയത്ത് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്ത വ്യക്തികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, 23 നോട്ടിഫിക്കേഷൻ വന്ന് 24 എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ 2023 ഡിസംബറോടുകൂടി നോട്ടിഫിക്കേഷൻ വന്നു. 2024 ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് എക്സാം നടന്നു. അപ്പം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് റീസെൻറ്റ് 2025 എന്ത് ചെയ്തു, പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഇനി ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 2028 വരെയാണ്. അപ്പം 2028 നിലവിൽ 2025 വന്ന റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയും. ആ സമയത്തേക്ക് നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. അങ്ങനെ വരുമ്പം നമ്മുടെ ഒരു കാൽക്കുലേഷൻ പ്രകാരം 2026 ഡിസംബറോടുകൂടി എന്ത് ചെയ്യും, ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം ആ ഒരു പ്രതീക്ഷിക്കാം, അങ്ങനെ വരണമല്ലോ. നിർബന്ധമാണ്, ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ 2025 ലാസ്റ്റോട് കൂടിയാണ് ഉള്ളത്. ഇപ്പോൾ 2024, 2025 വർഷങ്ങളിൽ നോക്കുമ്പം നമുക്ക് 2 എക്സാം നടക്കുമെങ്കിലും റിസൾട്ടിൻ്റെ ഒരു ഇതും കൂടെ നമ്മളവിടെ നോക്കണം. ഇപ്പം ഇനി 2025 ഒക്ടോബറിൽ നമുക്ക്, ജൂലൈയോടുകൂടി നമുക്ക് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു. സെപ്റ്റംബർ 18, 19 തീയതികളിലായിട്ടാണ് ലാസ്റ്റ് കേട്ടറ്റിൻ്റെ എക്സാം നടന്നത്. അതിൻ്റെ റിസൾട്ട് ഇതുവരെ ഔട്ട് ചെയ്തിട്ടില്ല, നമുക്ക് സൂൺ പ്രതീക്ഷിക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസംബറോടുകൂടി അടുത്ത നോട്ടിഫിക്കേഷൻ വരും. 2025 ഡിസംബറോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അതിൻ്റെ എക്സാം നമുക്ക് 2026 പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ.
2026 ജൂൺ ഏപ്രിൽ ജൂൺ മാസത്തിലായിരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് വരിക. അധ്യാപക അതെ, അവർക്ക് നിർബന്ധമായിട്ടും ക്വാളിഫൈ ചെയ്യണം. ഒരു ചാൻസ് മാത്രമേ അവർക്ക് പറ്റില്ല. കാരണം 2 ചാൻസ് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. കാരണം ജൂണിൽ ഏപ്രിൽ മെയ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത നോട്ടിഫിക്കേഷൻ നമുക്ക് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പ്രതീക്ഷിക്കാം. പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ എക്സാം നടക്കും. 2 മാസമൊക്കെ കഴിയുമല്ലോ എക്സാം നടക്കാൻ. പിന്നെ 2027 ആവും അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തിരിക്കണം. അപ്പം അവർ അടുത്ത LPSA UPSA ഫോക്കസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കേട്ടിട്ട് മാത്രമേ നമുക്ക് മുന്നിൽ ഷുവറായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ, റിസൾട്ട് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. സർവീസിലുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ എക്സാം വരുന്നുണ്ട്. ഓക്കെ, കാറ്റഗറി 1ലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ DLED +2 ഉള്ള ഒരു ആൾക്ക് എന്ത് ചെയ്യാം, കാറ്റഗറി 1ന് അപ്ലൈ ചെയ്യാം, 1 എഴുതാൻ പറ്റും. ഇനി DLED ഡിഗ്രി ഉള്ള ഒരാൾക്ക് കേട്ടിട്ട് കാറ്റഗറി 1ഉം എഴുതാൻ പറ്റും, 2 എഴുതാൻ പറ്റും. അതോടൊപ്പം തന്നെ BEd ഡിഗ്രി ഉള്ള ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, കേട്ടിട്ട് കാറ്റഗറി 2 എഴുതാൻ പറ്റും. ഈ BEd ഉള്ള ആൾക്ക് കേട്ടിട്ട് കാറ്റഗറി 1ലേക്ക് വരാൻ പറ്റില്ല. കേട്ടിട്ട് കാറ്റഗറി 3 എന്ന് പറയുമ്പോൾ ഹൈസ്കൂൾ തലത്തിലേക്ക് നടത്തുന്നതാണ്. അപ്പം അത് BEd ഡിഗ്രി, BEd + ഡിഗ്രി ഓർ PG ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം, കേട്ടിട്ട് കാറ്റഗറി 3 എഴുതാം. അത് സബ്ജക്റ്റ് വൈസ് ആണ്. മാത്സ്, സോഷ്യൽ സയൻസ്, കെമിസ്ട്രി, ഫിസിക്സ്, ഫിസിക്കൽ സയൻസ് പോലുള്ള സബ്ജക്റ്റ് ആണ് അതിൽ മെയിനായിട്ട് വരുന്നത്. കേട്ടിട്ട് കാറ്റഗറി 4 ആണെങ്കിൽ അത് സ്പെഷ്യൽ ടീച്ചേഴ്സാണ്. അതായത് ഭാഷാധ്യാപകരുണ്ടല്ലോ, ക്രാഫ്റ്റ്, ആർട്ട്, മ്യൂസിക് ഇതൊക്കെ വരുന്ന അധ്യാപകർക്കാണ് കേട്ടിട്ട് കാറ്റഗറി 4 എഴുതാൻ പറ്റുന്നത്. അതെ, ഒരുപാട് തവണ എഴുതിയവരുണ്ടാവാം, തുടക്കക്കാരുണ്ടാവാം. അപ്പം നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ സ്ട്രാറ്റജി, ഇതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ സിലബസ് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കേട്ടിട്ട് കാറ്റഗറി 1ലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്, ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. 30 മാർക്കാണ് അതിൽ വരുന്നത്. പിന്നെ ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2, 2 ലാംഗ്വേജസ് ഉണ്ട്. ഈ ഓരോന്നിലും 30 ക്വസ്റ്റ്യൻസ് 30 മാർക്കാണ്. പിന്നെ വരുന്നത് കാറ്റഗറി 1ലേക്ക് വരുമ്പോൾ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ആണ്. അതിലും എന്താണ് 30 മാർക്കാണ്. പിന്നെ മാത്സ് അതിലും 30. അങ്ങനെ ആകെ 150 മാർക്കിലാണ് നമ്മുടെ ചോദ്യപേപ്പർ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി എടുക്കുക. അപ്പോൾ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുക. പിന്നെ എൻവയോൺമെൻറ്റൽ സയൻസ്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ സിലബസ് കൃത്യമായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പം അത് സിലബസ് ഒന്ന് കൃത്യമായിട്ട് അനാലിസിസ് നടത്തുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ സിലബസ് അനാലിസിസ് നടത്തിയാൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും ഇന്ന ഏരിയകളും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം, ഇന്ന ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു എക്സാമിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് തന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലായി. റീസെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം മുന്നേ നടന്ന ഒരു 5 ചോദ്യ പേപ്പർ എടുക്കുക, അതൊന്ന് നന്നായിട്ട് എന്ത് ചെയ്യുക, അനാലിസിസ് നടത്തുക. അപ്പം നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും ഇന്ന ഏരിയയിൽ നിന്ന്, ഇപ്പോൾ ലേണിംഗ് തിയറീസിൻ്റെ ഭാഗത്തുനിന്ന്, ഇൻ്റലിജൻസിൻ്റെ ഭാഗത്തുനിന്ന്, അതൊക്കെ സൈക്കോളജിയിൽ വരുന്ന ഭാഗമാണ്. അപ്പം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ പോർഷൻസ് വിടാതെ പഠിക്കണം, ഏതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു നല്ലൊരു അനാലിസിസ് തന്നെ ആവശ്യമാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, സിലബസ് അനുസരിച്ച് പഠിച്ച ഒരു പ്രോപ്പർ റിവിഷൻ സെറ്റ് ചെയ്യണം. റിവിഷൻ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് ഇല്ല. നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യും. ഏതൊരു എക്സാമിനായിക്കോട്ടെ നമ്മളൊരു പ്രോപ്പർ റിവിഷനാണ് അവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എക്സാം എഴുതി ശീലിക്കുക എന്നുള്ളതാണ്. മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ടും മോക്ക് ടെസ്റ്റുകളായിട്ടും ഒക്കെ എന്ത് ചെയ്യാം, ഒരുപാട് എക്സാംസ് അറ്റൻഡ് ചെയ്യാം. നമുക്കിവിടെ ഒരു ബെനിഫിറ്റ് ഉള്ളതെന്ന് വെച്ചാൽ കേരള PSC പോലെ നമുക്ക് എന്തില്ല ഇവിടെ
നെഗറ്റീവ് എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. നെഗറ്റീവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എക്സാം കുറച്ചും കൂടെ എന്താണ് സിമ്പിളാണ്. അപ്പം ഇങ്ങനെ നല്ലൊരു സ്ട്രാറ്റജിക് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. എക്സാമിന് പ്രിപ്പയർ അതെ. പലരും എന്താണ് എക്സാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ ചിലർ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുകയുള്ളൂ. പക്ഷെ ആ ഒരു ഇത് പഠിക്കുകയാണെങ്കിൽ തന്നെ എന്താണ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞതുപോലെ വ്യക്തമായിട്ട് സിലബസ് മനസ്സിലാക്കുക, സിലബസ് അനുസരിച്ച് നമ്മൾ കണ്ടന്റുകൾ പ്രിപ്പയർ ചെയ്യാം. അപ്പം ശേഷം നമ്മൾ അതോടൊപ്പം തന്നെ നമ്മുടെ റിവിഷനും എക്സാംസും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കുള്ളൂ. എക്സാംസ് വർക്കൗട്ട് ചെയ്യാം. അതെ, വളരെ എളുപ്പത്തിൽ. അതിൽ തന്നെ നമുക്കറിയാം ഇപ്പം ഞാൻ ഏത് ഏരിയയിലാണ് വീക്ക്, എനിക്ക് ഏത് ഏരിയയാണ് കൂടുതൽ അറിയുന്നത് നമുക്കറിയാമായിരിക്കുമല്ലോ. അപ്പം നമ്മുടെ വീക്കായിട്ടുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യാൻ കുറച്ച് കൂടുതൽ സമയമെടുത്ത് പഠിക്കുക. ആ രീതിയിലുള്ളൊരു സ്ട്രാറ്റജിയും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ 2 മാസത്തിനുള്ളിൽ തന്നെ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പലരും കേട്ട് ആ ഒരു എക്സാമിനെ ഒരു ഭീകരമാക്കിയതാണ്. പക്ഷെ സിമ്പിളാണ്.